വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റംസ്, കാന്തിക ലോകത്തെ അത്ഭുതം. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതാണ്ട് ഞാനൊന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ പാർട്ട് എടുക്കാം. നോക്കിയേ, മാഗ്നറ്റ് അട്രാക്ട് സർട്ടൺ ഒബ്ജക്റ്റ്, ചില വസ്തുക്കളെ കാന്തം ആകർഷിക്കുന്നു. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? കാന്തിക വസ്തുക്കൾ എന്നാൽ എന്താണ്? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. അയൺ, നിക്കല്, കൊബാൾട്ട് ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് തുടങ്ങിയവ കാന്തിക വസ്തുക്കളാണ്. മൂന്നാമത്തെ എന്താണ്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അകാന്തിക വസ്തുക്കൾ. കാന്തം ആകർഷിക്കുന്നവയെ നമ്മൾ കാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് അല്ലെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കാന്തം ആകർഷിക്കാത്തതിനെ നമ്മൾ എന്ത് പറയുന്നു? അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നു അല്ലേ. നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. അതായത് പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ് എക്സെട്ര ആർ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ. പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം തുടങ്ങിയവ അകാന്തിക വസ്തുക്കളാണ്. ഇംഗ്ലീഷും മലയാളവും ഉണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. അതുകൊണ്ട് അവനവൻ്റെ നോട്ട് രണ്ടും എഴുതി എടുക്കുന്നത് നല്ലതാണ്, കാരണം നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ടെസ്റ്റ് വായിച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാം നോട്ട് തന്നത്. ഇനിയും നമുക്ക് രണ്ടാമത്തെ പാർട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇത് സ്പീഡിൽ പോകുന്നത്. ഇനി മാഗ്നറ്റിക് സബ്സ്റ്റൻസും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസും എന്ന് വെച്ചാൽ കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും ഏതൊക്കെയാണെന്നാണ് നോക്കൂ നിങ്ങൾ. ഇരുമ്പ്, അയൺ അല്ലേ, അയൺ എന്ന് വെച്ചാൽ ഇരുമ്പാണ്. നിക്കല്, കൊബാൾട്ട്. ഇനി അകാന്തിക വസ്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കാന്തം എന്താ? ഇത് കാന്തമല്ലാത്ത അല്ലെ, പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ് ഇതൊന്നും എന്താണ്? പിന്നെ എന്താ? കാന്തിക ഇതില്ലാത്തതാണ് കേട്ടോ, കാന്തിക വസ്തുക്കളല്ലാത്തത്. നെയിൽ, ആണിയും കോയിനും കോമ്പസും ജെം ക്ലിപ്സും ഒക്കെ നമ്മൾ കാണിച്ച ഓർമ്മ ഉണ്ടായിരുന്നല്ലോ, ജെം ക്ലിപ്സ്. ഞാൻ അതിൻ്റെ പടം കാണിച്ചായിരുന്നു അല്ലേ. പിന്നെ അതെല്ലാം എന്താണ്? അട്രാക്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ അതുപോലെ ചെയ്യാത്തതുമാണ് ക്ലോത്ത്, സ്പൂണ്, സ്ക്രൂ ഡ്രൈവർ, പെന്ന് ഇവയൊക്കെ കേട്ടോ. അടുത്ത 5ാമത്തെ ചോദ്യം എന്താണ്? മാഗ്നറ്റിക് പോൾസ്. എന്താ നിങ്ങളെ? മാഗ്നറ്റിക് ഓരോന്നും പ്രധാനപ്പെട്ടത് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. മാഗ്നറ്റിക് പോൾസ് എന്നാൽ കാന്തിക ധ്രുവങ്ങൾ എന്നാൽ എന്താണ്? യൂഷ്വലി the force of attractions of a magnet is stronger at its end. These end with stronger force of attraction are called magnetic poles. Every magnet has 2 poles. എന്താ നിങ്ങളെ? നമ്മൾ കാന്തത്തിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. സാധാരണയായി കാന്തത്തിൻ്റെ ആകർഷണ ബലം കൂടുതൽ അതിൻ്റെ അഗ്രങ്ങളിലാണ്. നമ്മൾ പഠിക്കുന്ന കാന്തങ്ങളെക്കുറിച്ചാണ് ഞങ്ങളെ. ഈ കാന്തങ്ങളിനകത്തിൽ എന്താ? കാന്തിക വസ്തുക്കൾ തങ്ങളിൽ ഒട്ടുന്നതല്ലേ കാന്തിക. അങ്ങനെ കാന്തിക വസ്തുക്കളുമുണ്ട്, അകാന്തിക വസ്തുക്കളുമുണ്ട്. ഈ കാന്തങ്ങൾ സാധാരണയായിട്ട് ഒരു കാന്തം നിങ്ങൾ ഈ എന്തായാലും നിങ്ങൾ യൂട്യൂബ് അതിലൊക്കെ തപ്പും അല്ലേ, അതിനകത്തിലൊരു കാന്തത്തിൻ്റെ പടം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ 2 സൈഡിൽ അഗ്രഭാഗത്ത് കേട്ടോ, അതിൻ്റെ ആ എൻഡ് പോയിന്റിലാവും ഞങ്ങളെ അതിൻ്റെ ആ ബലം ഇരിക്കുന്നതാണ്. സാധാരണയായി കാന്തത്തിൻ്റെ ആകർഷണ ബലം കൂടുതൽ അതിൻ്റെ അഗ്രങ്ങളിലാണ്. ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് അതിൻ്റെ കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടെസ്റ്റിൽ തന്നെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, അതിൻ്റെ അഗ്രഭാഗത്താണ് ഇത് വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, അതിൻ്റെ രണ്ടിൻ്റെയും അഗ്രഭാഗത്ത്. പിന്നെ എന്താ ഞങ്ങൾ? ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. എവരി മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. ഓക്കെ ആണോ? 5 എണ്ണം. അടുത്ത 6ാമത്തത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? കാന്തിക മണ്ഡലം എന്നാൽ എന്താണ്? ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ മാഗ്നറ്റ് ഈസ് കാൾഡ് മാഗ്നറ്റിക് ഫോഴ്സ്. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റിക് വെയർ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവിസിബിൾ ആണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ള കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ. കാന്തം പ്രയോഗിക്കുന്ന ബലമാവും നിങ്ങളെ കാന്തിക ബലം എന്ന് പറയുന്നത്. ഇനിയോ ഈ കാന്തത്തിന് ചുറ്റും അതിൻ്റെ റീജിയൻസ്, ആ അതിന് ചുറ്റും എന്താ? കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ റീജിയൻ അറൗണ്ട്
എന്താ എ മാഗ്നറ്റ് വേർ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. ഇത് എന്താ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് അല്ലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ ആണ്, അദൃശ്യമാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇതെല്ലാം പ്രധാനപ്പെട്ടാണ്. ആറാമത്തെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് കാന്തങ്ങളുടെ നിർമ്മാണം? മേക്കിംഗ് എ മാഗ്നറ്റ്. ഇപ്പം ഏതൊക്കെ തരത്തിലുള്ള കാന്തങ്ങളല്ലേ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മേക്കിംഗ് എ മാഗ്നറ്റ്, കാന്തങ്ങളുടെ നിർമ്മാണം. മാഗ്നറ്റ് ആർ മെയ്ഡ് യൂസിങ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിക്കുന്നത്. ആൾ അലോയി കാൾഡ് അൽനിക്കോ എ മിക്സ്ചർ ഓഫ് അലൂമിനിയം, നിക്കല്, കൊബാൾട്ട് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ദീസ് പർപ്പസ്. അൽനിക്കോ എന്ന ലോഹസങ്കരമാണ്, അതായത് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവയുടെ ഒരു സങ്കരമാകും നിങ്ങളെ അൽനിക്കോ എന്ന് പറയുന്നത്. ഇതിനായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നോ മെനി അതർ മെറ്റീരിയൽസ് ആർ ആൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് മാഗ്നറ്റ്. ഇനി അത് മാത്രമല്ല മറ്റ് പല വസ്തുക്കളും കാന്തിക നിർമ്മാണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് മെയ്ഡ് ഓഫ്. ഇനി നോക്കൂ നിങ്ങൾ, വേറെ പല തരത്തിലുള്ള കാന്തങ്ങൾ ഇന്ന് നിലവിലുണ്ട് അല്ലേ? കാന്തങ്ങൾ പല തരത്തിൽ നിലവിലുണ്ട്. ഏതൊക്കെയാ? സമേറിയം, കൊബാൾട്ട്, പിന്നെ ഫെറൈറ്റ് റബ്ബർ ആൻഡ് എന്താ നിയോഡീമിയം. ഓർമ്മയുണ്ടോ? അത് പറഞ്ഞത് നിയോഡീമിയം കേട്ടോ. ആൾസോ എക്സിസ്റ്റ്. എമംഗ് ദീസ് നിയോഡിമിയം മാഗ്നറ്റ് ആർ ദ സ്ട്രോങ്ങസ്റ്റ്. നമ്മുടെ ഏറ്റവും ചിലപ്പോൾ അത് ഒരു മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആവും നിങ്ങൾ. എന്താണെന്നറിയോ? കാന്തങ്ങളിൽ കൂടുതൽ ശക്തിയുള്ളത് ഏത് കാന്തത്തിനാണെന്ന് കേട്ടോ. അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. കാന്തങ്ങളിലേക്കും ഏറ്റവും ശക്തിയുള്ളവ ഏതാണ്? നിയോഡീമിയം എന്നാണ് കേട്ടോ. സ്പെല്ലിങ് അറിയണേ. ഇംഗ്ലീഷ് മീഡിയക്കാർ കണ്ട നിയോഡീമിയം കേട്ടോ, വായിക്കാൻ അറിയണേ. ഓക്കെ ആണോ? 6 എണ്ണം ഓക്കെ ആണോ നിങ്ങളെ? 6 അല്ല 7 എണ്ണം മേക്കിംഗ് എ മാഗ്നറ്റ്. ഇനി നോക്കിക്കേ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് അല്ലേ, മേക്കിംഗ് എ മാഗ്നറ്റ് ഇല്ലയോ? ഇനി നമ്മൾ നോക്കൂ നിങ്ങളെ, പേജ് നമ്പർ 30 പേജ് നമ്പർ 30 കാണാൻ പറ്റുന്നുണ്ടോ? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇൻ സോയിൽ. മണ്ണിലെ കാന്തിക വസ്തുക്കൾ. മണ്ണിലും ഉണ്ടല്ലോ കാന്തങ്ങൾ അല്ലേ? നിങ്ങളത് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ? ആർ ദെയർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇൻ ദ സോയിൽ ഓഫ് ദ സ്കൂൾ ഗ്രൗണ്ട് ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ലെറ്റ്സ് കണ്ടക്ട് ആൻ ആക്ടിവിറ്റി ടു ഫൈൻഡ് ഔട്ട്. ഇവിടെ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് ഉണ്ടല്ലോ നിങ്ങളെ, അത് സ്കൂൾ ഗ്രൗണ്ട് അതിനോട് ചുറ്റുമുള്ള മണ്ണിൽ നമ്മുടെ കാന്തിക വസ്തുക്കൾ ഉണ്ടോ? നമുക്ക് നമ്മുടെ വീടും അല്ലെ സ്കൂളും അങ്ങനെയൊക്കെയുള്ള പ്രദേശത്തും ഈ കാന്തിക വസ്തുക്കളൊക്കെ ഉണ്ടോ? മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ ഉണ്ടോ നിങ്ങളെ? മണ്ണിൽ ഉണ്ടോ? അത് നോക്കാനാണ്. നോക്കിക്കേ, ഗെറ്റ് എ മാഗ്നറ്റിക് ഫ്രം ദ ലൗഡ് സ്പീക്കർ ഓഫ് ആൻ ഓൾഡ് മ്യൂസിക് സിസ്റ്റം. ഓൾഡ് സ്പീക്കേഴ്സ് ക്യാൻ ആൾസോ ബി ഫൗണ്ട് ഇൻ ഷോപ്സ് ദാറ്റ് കളക്ട് സ്ക്രാപ്പ് ഐറ്റംസ്. ഡു ദ ഗിവൺ ആക്ടിവിറ്റി ഇൻ ഗ്രൂപ്പ്സ്. Tie the magnet wrapped with a thick paper to a rope and drag it through the soil for some times. Then check the magnet. Are the substances stuck to the paper due to the attractions of the magnet? What is the reasons for this? അല്ലോ മനസ്സിലായോ? നമ്മൾ ഏതെങ്കിലും ഒരു പഴയ കടയുണ്ടല്ലോ നിങ്ങൾ, ഈ മ്യൂസിക് ഒക്കെ വിൽക്കുന്ന മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കടകൾ അറിയാമോ? അവിടുത്തെ ലൗഡ് സ്പീക്കറിൽ നിന്നും ഒരു കാന്തം സംഘടിപ്പിക്കുക. ഇപ്പം പഴയ ഇങ്ങനെയുള്ള മ്യൂസിക് ഐറ്റംസിനെല്ലാം ഉണ്ടോ നിങ്ങൾ? ടി വിക്കകത്തിലെ പഴയ ഈ ടോർച്ച് ഉണ്ടല്ലോ, അതിനകത്തിലൊക്കെ ചെറിയ കാന്തങ്ങളുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഒരെണ്ണം എവിടുന്നെങ്കിലും ഒപ്പിക്കുക എന്നാണ് പറയുന്നത്. എന്നിട്ടോ പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന കടയിൽ പോയി പഴയ സ്പീക്കറൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കടകളൊന്നും അന്വേഷിച്ച് പോകണ്ടാവും. നിങ്ങൾ ഇതിലൊരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞതേ ഉള്ളൂ. നാളെ ഇനിയും രാവിലെ സ്കൂളിൽ പോകാമെന്നും പറഞ്ഞ് പോയി ഏതെങ്കിലും പഴയ കടകൾ തിരക്കി ഇത് മേടിക്കാനാണെന്നും പറഞ്ഞ് നാളെ നേരം വെളുക്കുമ്പോൾ ഇറങ്ങി പോവല്ലേ. ഇതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ. ടീച്ചർമാരൊക്കെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കും കേട്ടോ. അതുകൊണ്ട് ഇനി കട തിരക്കി ആരും പോകണ്ട. ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തനം ചെയ്തു നോക്കാനാണ്. കാന്തം കട്ടിയുള്ള ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു കാന്തം എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണും കുഞ്ഞുങ്ങളെ. പഴയ ഇതുപോലെ ലൗഡ് സ്പീക്കറോ ടോർച്ചോ അങ്ങനെയൊക്കെ ഇലക്ട്രോണിക് സാധനം ഇന്ന് പഴയതില്ലാത്ത എങ്ങും ഇല്ല, എല്ലാ വീട്ടിലും കാണും അല്ലേ? അതിൻ്റെ ഒരു
മാഗ്നറ്റ് അല്ലെ കാന്തം എടുത്തിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കയറിൽ കെട്ടിയിട്ട് ഒരു പേപ്പറിനകത്തിൽ അത് പൊതിയണം. എന്നിട്ടൊരു കയറിൽ കെട്ടി മണ്ണിലൂടെ കുറച്ച് സമയം ഇങ്ങനെ വലിച്ചുകൊണ്ട് നടന്ന ശേഷം, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, മണ്ണിലൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കാൻ നടന്ന ശേഷം ഒന്ന് പരിശോധിക്കുക. കാന്തത്തിൽ ആകർഷിക്കപ്പെട്ടത് പേപ്പറിൽ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടോ? നമ്മൾ നോക്കുമ്പോൾ എന്താവും നിങ്ങളെ, ആ കാന്തം എന്താണ്, ആ പേപ്പറിന് വട്ടം എന്തായിരിക്കും, ആ മണ്ണിനകത്തിൽ എത്രത്തോളം കാന്തമുണ്ടോ അത് ആ പേപ്പറെ കയറി പിടിക്കും കേട്ടോ. മണ്ണും ഇരുമ്പും കലർന്ന പദാർത്ഥങ്ങളിൽ നിന്നും ഇരുമ്പ് വേർതിരിക്കാൻ ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറ്റുമെന്നാണ് പറഞ്ഞത്. എന്തോന്നറിയാവോ, ഇരുമ്പിന്റെ പൊടി കാന്തത്തിൽ കയറി പറ്റിപ്പിടിക്കും കുഞ്ഞുങ്ങളെ, അത്രയേ ഉള്ളൂ കേട്ടോ. എവിടെ ഇരുമ്പ് എവിടെ കിടക്കുവാണെങ്കിലും ഇരുമ്പിന്റെ പൊടി എവിടെ ഉണ്ടെങ്കിലും നമ്മുടെ കാന്തം ഉണ്ടെങ്കിൽ അത് അതിനെ കയറി അങ്ങ് പറ്റിപ്പിടിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അതൊന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റുകളാണ്. നമ്മൾ ഈ മാഗ്നറ്റ് എന്നതിലെ കാന്തത്തെക്കുറിച്ച് കുറേ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ കുറേ പടം തന്നേക്കുന്ന കണ്ടോ, പലതരം കാന്തങ്ങളുണ്ട്. കാന്തങ്ങൾക്കെല്ലാം ഒരേ ആകൃതിയാണോ? ഡു ആൾ മാഗ്നറ്റ് ഹാവ് ദ സെയിം ഷേപ്പ്? എക്സാമിൻ ദ മാഗ്നറ്റ് ഇൻ യുവർ സയൻസ് കിറ്റ് ആൻഡ് ദ ലബോറട്ടറി. ആർ ദേ ഓൾ ദി സെയിംസ്? ഇവിടെ ആർ ദോസ് ഷോൺ ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ ആർ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്. ഹൗ ഡു ദേ ഡിഫർ ഇൻ ദീസ് ഷേപ്പ്? കമ്പയർ ദം. നോക്കൂ, ഇവിടെ നിങ്ങളുടെ ശാസ്ത്ര കിറ്റിലെ ലാബിലെയും കാന്തങ്ങൾ പരിശോധിച്ചിട്ട് ഒരുപോലെയാണോ എന്ന് നോക്കുക. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ പലതരത്തിലുള്ള കാന്തങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവ ആകൃതിയിൽ എങ്ങനെ ഒരുപോലെയാണോ? നോക്കിക്കേ, ഇതുപോലെയാണോ? ഇത് ഓരോന്നും ഓരോ രീതിയിലല്ലേ. ഇവിടെ ഓരോന്നിനും നമുക്കപ്പോൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്, ഏതൊക്കെ തരത്തിലുള്ള മാഗ്നറ്റ് ഉണ്ട് നോക്കിക്കേ. ഹോഴ്സ് ഷൂ മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിനകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്നേരം നമുക്ക് പറയാമല്ലേ, അത്രയും സമയം അങ്ങ് പോകും. ഇനി അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് തെക്കും വടക്കും, നോർത്ത് ആൻഡ് സൗത്ത് എന്നാണ്. തെക്കും വടക്കും, നോർത്ത് ആൻഡ് സൗത്ത്. ദി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ മാഗ്നറ്റിക് ഹാസ് 2 പോൾസ്. ഡു ദീസ് പോൾസ് ഹാവ് എനി അതർ സ്പെഷ്യൽ ഫീച്ചേഴ്സ്? ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. ഇവിടെ എല്ലാം എടുക്കും നോക്കി, ഓരോ കാന്തത്തിനും എന്താണ് 2 ധ്രുവങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അത് പരിശോധിച്ച് എഴുതാനാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്, നോക്കണേ. മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണെന്ന് നോക്കിയേ, ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തത്, നമുക്കൊരു സ്റ്റാൻഡ് വേണം. നോക്കൂ നിങ്ങളെ, നമ്മൾ പറഞ്ഞു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ടെന്ന് പറയുന്നു. കാന്തത്തിന്, മാഗ്നറ്റിന് 2 ധ്രുവങ്ങളുണ്ടെന്നാവും നിങ്ങളെ പറയുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ദാണ്ട് ഇവിടെ ഒരെണ്ണം ചെയ്തു നോക്കാനാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കിയാൽ സ്റ്റാൻഡ് വേണം, ത്രെഡ് എന്ന് വെച്ചാൽ നൂല് വേണം, ബാർ മാഗ്നറ്റും വേണം. ബാർ മാഗ്നറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ, നമ്മൾ നേരെ ഇരിക്കുന്ന. ഓക്കെ, എന്നിട്ട് ബാർ നോക്കിക്കേ, ടൈ എ ത്രെഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ബാർ മാഗ്നറ്റ് ആൻഡ് സസ്പെൻഡ് ഈ ഫ്രീലി ആസ് ഷോൺ ഇൻ ദ ഫിഗർ. വെൻ ദ മാഗ്നറ്റ് കംസ് ടു റെസ്റ്റ് വിച്ച് ഡയറക്ഷൻസ് ടു ദ പോൾസ് പോയിന്റ് ടു? എന്തുവാണെന്നറിയാമോ, നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡ് പോലെയുള്ള ഒരെണ്ണമാവും നിങ്ങളെ. അതിൽ ഒരു നൂലയിൽ നമ്മൾ ഈ മാഗ്നറ്റ് എടുത്ത് കെട്ടും, അത്രയേ ഉള്ളൂ. ഒരു നൂലയിൽ, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചുകൊണ്ട് നിന്നാലും മതി. അന്നേരം നമ്മൾ പിടിക്കുമ്പോൾ കൈ അനങ്ങുന്നത് കൊണ്ടാണ് അത് എവിടെയെങ്കിലും കെട്ടിയിടാൻ പറയുന്നത് കേട്ടോ. നൂലിൽ, ത്രെഡ് എന്ന് വെച്ചാൽ നൂലാണ്. അവിടെ ഒരു സ്റ്റാൻഡേൽ നൂലെ കെട്ടിയിടുന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അനങ്ങും അല്ലേ. അതുകൊണ്ടാണ് അതൊരു സ്റ്റാൻഡേ കെട്ടി തൂക്കിയിടാൻ പറയുന്നത്. അപ്പോൾ ബാർ കാന്തത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ആ കാന്തത്തിൻ്റെ ഏറ്റവും നടുക്ക് വേണം എന്ത് ചെയ്യാൻ, നൂല് കെട്ടിയിടാൻ. ഏറ്റവും നടുക്ക് ആ നൂല് കെട്ടിയിടുക കണ്ടോ. നടുക്ക് ഭാഗത്തായിട്ട് നൂല് കെട്ടുക. എന്നിട്ട് അതിനെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ തൂക്കി നിർത്തുക. കാന്തത്തിൻ്റെ ചലനം നിൽക്കുമ്പോൾ ഇതിൻ്റെ ധ്രുവങ്ങൾ ഏത് ദിശയിലോട്ടായിരിക്കും നിൽക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം നിങ്ങളെ? ഇവിടെ ഇത് നോക്കിക്കേ, എങ്ങനെയൊക്കെ നമ്മൾ കാന്തത്തെ കൊണ്ടുവന്ന് ബാർ മാഗ്നറ്റ് അല്ലേ, മാഗ്നറ്റിനെ കൊണ്ടുവന്ന് എങ്ങനെ ഇട്ടാലും അത് എങ്ങനെയായിരിക്കും, നോർത്ത് സൗത്ത് ഡയറക്ഷനിലേ വരത്തുള്ളൂ കേട്ടോ. നോർത്ത് സൗത്ത് ഡയറക്ഷനിലേ എപ്പോഴും വരത്തുള്ളൂ കേട്ടോ. എപ്പോഴും അത് ഓർത്തോണേ കേട്ടോ. ബാർ മാഗ്നറ്റ് നമ്മൾ എങ്ങനെയൊക്കെ കൈവച്ചായാലും അല്ലെ എങ്ങനെയായാലും എന്താവും നിങ്ങളെ, അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേ എപ്പോഴും കാന്തം വരത്തുള്ളൂ കേട്ടോ. ഇനി
ഇൻ ദീസ് ടു ദ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻസ് ഓർ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ്, കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്താണോ അതോ തെക്ക് വടക്ക് ഭാഗത്താണോ ഇത് വന്നത്? ചേഞ്ച് ദ ഡയറക്ഷൻസ് ഓഫ് ദ മാഗ്നറ്റ് ആൻഡ് എക്സാമിൻ അഗെയിൻ ഡസ് ടു റിട്ടേൺ ദ സംസ് ഡയറക്ഷൻസ് ആസ് ബിഫോർ ബേസ്ഡ് ഓൺ ദിസ് ആക്ടിവിറ്റി നെയിം ദ മാഗ്നറ്റിക് പോൾസ് റിയാക്ട് ദ ആക്ടിവിറ്റി ഫ്രം ഡിഫറെൻറ്റ് പ്ലേസ്. ഇതേ ഉള്ളൂ നിങ്ങളെ, അതായത് നേരത്തെ നിന്നിരുന്ന അതേ ദിശയിലേക്ക് വരുന്നുണ്ടോ ഇത്? ഈ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാന്തിക ധ്രുവങ്ങൾക്ക് പേര് നൽകൂ, സജ്ജീകരണത്തിൻ്റെ സ്ഥാനം മാറ്റി പരീക്ഷണം ആവർത്തിക്കും. നമ്മളിനി ഇവിടെ വെച്ചതുകൊണ്ടാ അല്ലേ, ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ ഇനി ഇവിടെ വെച്ചത് കൊണ്ടാ ഇതിന് തെക്ക് വടക്കായത് അല്ലേ, ഇനി ഞാൻ വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ച് നോക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊന്ന് മാറ്റി വെച്ച് നോക്കി. എങ്ങനെ എവിടെയൊക്കെ കൊണ്ട് വെച്ചാലും ഞങ്ങളെ ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേ വരത്തുള്ളൂ കേട്ടോ. അതാണ്ട് ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. നോർത്ത് കണ്ടോ, ചുമപ്പ് നോർത്ത് പോൾസും സൗത്ത് പോൾസിനെ നമ്മൾ നീലയെന്നും കൊടുക്കുക. കണ്ടോ ഇത് കൊടുത്തിരിക്കുകയാണ്. അതായത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കണം എന്താണ് ഈ മാഗ്നറ്റിക് പോൾസ് എന്ന് വെച്ചാൽ. ദ പോൾസ് ഓഫ് ദ മാഗ്നറ്റിക് ദാറ്റ് പോയിന്റ് ടുവേർഡ്സ് ദ എർത്ത് നോർത്ത് ഓഫ് ദ നോർത്ത് പോൾസ് ഓഫ് ദ മാഗ്നറ്റ് ആൻഡ് ദ പോൾസ് ദാറ്റ് പോയിന്റ് ടുവേർഡ്സ് ദ എർത്ത് സൗത്ത് ഈസ് ദ സൗത്ത് പോൾസ് ഓഫ് ദ മാഗ്നറ്റ്. They are denoted by the letters N and S respectively to indicate the north poles of the bar magnet. A special mark is given. Usually a white spot is used to mark the north pole. എന്ന് വെച്ചാൽ ഞാൻ സ്പീഡിൽ പോകുന്ന എന്തിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ഉത്തരധ്രുവം എന്നും ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന ഭാഗത്തെ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം അല്ലെങ്കിൽ സൗത്ത് പോൾ എന്നും പറയുന്നു. അവയെ NS എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങളെ നോർത്ത് പോള് അല്ലെങ്കിൽ ഉത്തര ധ്രുവത്തിനെ N എന്നും ദക്ഷിണ ധ്രുവത്തിനെ സൗത്ത് പോൾ എന്നും NS എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ബാർകാന്തത്തിൽ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. സാധാരണയായിട്ട് ഒരു വെള്ള സ്പോട്ടാണ് ഈ ഉത്തര ധ്രുവത്തിൽ അടയാളമായിട്ട് അവിടെ കൊടുക്കുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇനി നോക്കിയേ, എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് പോയിന്റ്. ഇത് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങൾ. ഏതാണ്ട് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് പോയിന്റ് ടു വേർഡ്സ് ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു കാന്തം, നമ്മളിപ്പോൾ ഇവിടെ തൂക്കിയിട്ട് കാണിച്ചില്ലേ, സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു കാന്തം എപ്പോഴും ഏത് ദിശയിലായിരിക്കുമെന്ന്, ഏത് ദിശയിലാണ്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. ക്യാൻ വി യൂസ് ദീസ് പ്രോപ്പർട്ടി ഓഫ് ദിസ് മാഗ്നറ്റ് ടു ഫൈൻഡ്? അടുത്ത നോക്ക്, ഇനി ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിൽ എഴുതിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അത്രയും സമയം കളയണ്ട. നോക്കൂ നിങ്ങൾ, ലെറ്റ്സ് മേക്ക് എ മാഗ്നറ്റിക് കോമ്പസ്. ഇനി നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് നോക്കി യന്ത്രം. അപ്പോൾ കിഴക്കും പടിഞ്ഞാറും ഒക്കെ നോക്കുന്ന യന്ത്രം എന്തുവാന്ന് നിങ്ങൾക്ക് ചോദിച്ചുണ്ടായോ? വടക്കോട്ട് മാത്രമേ നോക്കിയിരിക്കത്തുള്ളൂ അല്ലേ? അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടോ? നോക്കൂ ഞങ്ങളെ, ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ന് വെച്ചാൽ വടക്ക് നോക്കി യന്ത്രം നമുക്ക് എങ്ങനെ നിർമ്മിക്കാം. In the past, people who traveled across the sea and desert used many methods to find the directions. They used to depend on the pole star and other constellations for this. After identifying the special property of magnet, finding directions become easier. Which property of the magnet did they make use of? Discuss with your friends. അല്ല, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ നിങ്ങളെ. വടക്ക് നോക്കി യന്ത്രത്തെ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം എന്നാണ്. മേക്ക് ചെയ്യാന്ന് വെച്ചാൽ നിർമ്മിക്കുക. എങ്ങനെയാവും നിങ്ങളെ? പണ്ട് ഇപ്പം എന്നാ ഈ മാഗ്നറ്റ് ഒക്കെ ഉണ്ടായത് അല്ലേ? അതിനൊക്കെ മുമ്പേ മനുഷ്യർ താമസിക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ, ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പം നോക്കൂ നിങ്ങളെ, പണ്ട് കടലിലൂടെയും ട്രാവൽഡ് സീ ആൻഡ് ഡിസേർട്ട്, കടലിലൂടെയും മരുഭൂമിയിലൂടെയും യാത്ര ചെയ്തിരുന്നവർ ദിക്കറിയാൻ വേണ്ടി അവർ പല മാർഗങ്ങളും ഉപയോഗിച്ചിരുന്നു. പണ്ട് കാലത്ത് അവർക്ക് എവിടെയെങ്കിലും അല്ലേ ഷിപ്പിൽ കൂടെയും പല രീതിയിലും അവർ യാത്ര ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ദിശ അറിയാൻ ഇന്നത്തെ കൂട്ടാറില്ലെങ്കിൽ വാച്ചോ മൊബൈലോ വല്ലതും ഉണ്ടോ നിങ്ങളെ? ഉണ്ടോ? ഇല്ല. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ക്ലൂ ഒക്കെ കണ്ടുവച്ചിരുന്നു അല്ലേ? അതാ പറയുന്നത്, പണ്ട് കടലിലൂടെയും മരുഭൂമിയിലൂടെയും യാത്ര ചെയ്യുന്നവർ ദിക്കറിയാൻ വേണ്ടി പല മാർഗങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു. ധ്രുവ നക്ഷത്രത്തെയും നിങ്ങളെ പോൾ സ്റ്റാർ ധ്രുവ നക്ഷത്രത്തെയും മറ്റു ചില നക്ഷത്ര സമൂഹത്തെയും, കോൺസ്റ്റലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് അല്ലേ, കൂട്ടം കൂടി നിൽക്കുന്ന നക്ഷത്രങ്ങൾ അല്ലേ, അങ്ങനെ ആ നക്ഷത്ര സമൂഹത്തെയും അവർ ഇതിനായിട്ട് പ്രയോജനപ്പെടുത്തിയിരുന്നു. എന്ന് വെച്ചാൽ അവർ യാത്ര ചെയ്യുമ്പോൾ ആ നക്ഷത്രം എവിടെ നിൽക്കുന്നു, അപ്പോൾ അവിടെ തിരിച്ചു വരാൻ വേണ്ടി. അപ്പോൾ കേട്ടോ, അതൊക്കെ പണ്ടത്തെ ഓരോ കാൽക്കുലേഷനാണ്. പിന്നെ
പ്രയോജനപ്പെടുത്തിയിരുന്നു. കാന്തത്തിൻ്റെ സവിശേഷത തിരിച്ചറിഞ്ഞതോടെ ദിക്കറിയാനുള്ള മാർഗം വളരെ എളുപ്പമായി. കാന്തത്തിൻ്റെ ഇത് സ്വഭാവമായും അവ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവുക കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്താണ്. അപ്പം നമുക്ക് അതേ ഉള്ളൂ എന്നില്ലേ, പണ്ട് കാലത്ത് ഈ പറയുന്ന മാഗ്നറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അല്ലേ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് വാച്ചോ മൊബൈലോ സമയം നോക്കാനായിട്ടൊന്നുമില്ല, എപ്പോൾ പോയി എപ്പോൾ വന്നു എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവരെന്തൊക്കെയാണ് കടൽ മാർഗത്തിലൂടെയും കടലിലൂടെയോ മരുഭൂമിയുടെയൊക്കെ യാത്ര ഇപ്പോൾ ദിക്കറിയാൻ വേണ്ടി അവർ ധ്രുവ നക്ഷത്രത്തെയും അതുപോലെ തന്നെ ചില കോൺസ്റ്റലേഷൻ നക്ഷത്ര സമൂഹത്തെയും ഒക്കെ ആയിരുന്നു അവർ ആശ്രയിച്ചിരുന്നത്. പിന്നീടാണ് അവർ എന്ത് കണ്ടുപിടിച്ചത്, നമ്മുടെ മാഗ്നറ്റ് കണ്ടുപിടിച്ചത്. അടുത്ത് നോക്കിക്കേ, മാഗ്നറ്റിക് നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് വടക്ക് നോക്കി യന്ത്രം എന്നാൽ എന്താണ്. എ മാഗ്നറ്റിക് കോമ്പസ് ഈസ് എ ഡിവൈസ് വിച്ച് യൂസ് എ മാഗ്നറ്റ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട് ഗെറ്റ് എ മാഗ്നറ്റിക് കോമ്പസ് ഫ്രം ദ സയൻസ് ലാബ് യൂസിങ് ദീസ് ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻസ് ഓഫ് ദ door of your classroom. Now find out the directions of a school gate with respect to your classroom. What about the school kitchens and the office room? Find out, let's make a magnetic compass of our own. What materials do we need? എന്തുവാ, ഒരു വടക്ക് നോക്കി യന്ത്രം നമ്മുടെ സയൻസ് ലാബിൽ നിന്നും സംഘടിപ്പിക്കുക. നിങ്ങളുടെ സയൻസ് ലാബിൽ കാണുമെന്നാണ് പറയുന്നത് വടക്ക് നോക്കി യന്ത്രം. അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിക്കിലാണ് എന്ന് കണ്ടെത്തുക. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ സ്കൂളിലെ സയൻസ് ലാബിൽ ചെന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ചെന്ന് വടക്ക് നോക്കി യന്ത്രം എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് അതുപയോഗിച്ച് നിങ്ങളുടെ ക്ലാസ് മുറിയുടെ വാതിൽ നിൽക്കുന്നത് ഏത് ദിക്കിലാണെന്ന് കണ്ടെത്തുക. എന്നിട്ട് ആ ക്ലാസ് മുറിയെ അടിസ്ഥാനമാക്കി സ്കൂൾ ഗേറ്റ് ഏത് ദിക്കിലാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടുത്തെ കിച്ചൺ പാചകപ്പുര നോക്കണം, ഓഫീസ് നോക്കണം. ഇതെല്ലാം കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് സ്വന്തമായി ഒരു വടക്ക് നോക്കി യന്ത്രം നിർമ്മിക്കാം എന്നും അതിൽ പറയുന്നുണ്ട്. ലെറ്റ്സ് മേക്ക് എ മാഗ്നറ്റിക് കോമ്പസ്. നോക്കൂ കുഞ്ഞുങ്ങളെ, നമുക്കൊരു മാഗ്നറ്റിക് കോമ്പസ് നിർമ്മിക്കാൻ പറ്റുമോ? അതിന് എന്തൊക്കെ വേണം നോക്കിയേ. മാഗ്നറ്റ് വേണം, നീഡിൽ വേണം, ത്രെഡ് വേണം, കോർക്ക് വേണം. കാന്തം, സൂചി, നൂല്, കോർക്ക് ഇവ വേണം. എന്ത് പണിയാനാ? മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടാക്കാൻ. നോക്കിക്കേ, thread the needles, hold the thread and rub the needles from one end to the other end with the magnetic for about 50 times in the same directions. The needle is threaded for holding it conveniently and for safety. Take a small cork. After removing the thread, pierce that needles into the cork as shown in the figure. Otherwise, you can glue the needles to the top of the cork. സൂചിയിൽ നമ്മൾ നൂല് കോർക്കുക. ഒരു സൂചിയിൽ നമ്മൾ ആദ്യമേ നൂല് കോർക്കുക. ഈ നൂലിൽ പിടിച്ച് സൂചിയുടെ ഒരഗ്രത്തിൽ നിന്ന് മറ്റേ അഗ്രത്തിലേക്ക് കാന്തം ഉപയോഗിച്ച് ക്രമമായിട്ട് ഏകദേശം 50 പ്രാവശ്യം ഒരേ ദിശയിൽ മാത്രം എന്ത് ചെയ്യുക, മാത്രം ഉരസുക. സൂചി സൗകര്യപ്രദമായി പിടിക്കുന്നതിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഈ നൂല് കോർക്കുന്നത്. കാര്യം കേട്ടോണേ കുഞ്ഞുങ്ങളെ, സൂചിയിൽ നൂല് കോർക്കുക. ഈ ഇംഗ്ലീഷിൻ്റെ അർത്ഥം കേട്ടോണേ കുഞ്ഞുങ്ങളെ. നമ്മൾ ആദ്യമേ ത്രെഡ് ദ നീഡിൽ, സൂചിയിൽ നൂല് കോർക്കുക. നൂലിൽ പിടിച്ചിട്ട് സൂചിയുടെ അഗ്രത്തിൽ നിന്നും മറ്റേ അഗ്രത്തിലേക്ക് കാന്തം ഉപയോഗിച്ച് ക്രമമായിട്ട് ഏകദേശം 50 പ്രാവശ്യം ഒരേ ദിശയിൽ മാത്രം ഇങ്ങനെ ഉരസി കൊടുക്കുക. സൂചി നല്ല സൗകര്യപ്രദമായി പിടിക്കുന്നതിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഈ നൂല് കോർക്കുന്നത് കേട്ടോ. ഒരു ചെറിയ കോർക്ക് എടുത്തിട്ട് നൂല് നീക്കിയ ശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ സൂചി കോർക്കിൽ തുളച്ച് വെക്കുക. സൂചി ആ കോർക്കിൽ തുളച്ച് വെക്കുക. എന്നിട്ടോ ചെറിയ കോർക്ക് എടുക്കുക. കോർക്ക് എടുത്തിട്ട് നൂല് നീക്കിയതിന് ശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ സൂചി കോർക്കിൽ തുളച്ച് വെക്കുക. സൂചി കോർക്കിന് പുറത്ത് ഒട്ടിച്ചു വെച്ചാലും മതി എന്നാ പറയുന്നത്. സൂചി ഒട്ടിച്ചു വെച്ചാലും മതി. പിന്നോ ഈ സജ്ജീകരണം ഒരു പാത്രത്തിലെ ജലത്തിൽ വെച്ച് നോക്കൂ. കോർക്കിലുള്ള സൂചിയുടെ ദിശ നിരീക്ഷിക്കൂ. ഏത് ദിശയിലാണ് അത് നിൽക്കുന്നത്? കോർക്കിൻ്റെ ദിശയൊന്ന് മാറ്റി നോക്കൂ. സൂചി പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ? നിങ്ങളുടെ നിഗമനം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. സൂചിയിൽ ഉത്തരധ്രുവം അടയാളപ്പെടുത്തുമല്ലോ. ഈ ഉപകരണം ഉപയോഗിച്ച് ദിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മാഗ്നറ്റിക് കോമ്പസ് എങ്ങനെ നിർമ്മിക്കാമെന്ന്. അതൊരിച്ചിരി കട്ടിയായിട്ട് തോന്നില്ലേ കുഞ്ഞുങ്ങളെ? അത് വേണമെങ്കിൽ പഠിച്ചാൽ മതി കേട്ടോ.
അടുത്ത നമ്മൾ തെക്ക് വടക്ക് ദിശ, നോർത്ത് സൗത്ത് ഡയറക്ഷൻസ്. ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമേ നിങ്ങളോട് പഠിക്കാൻ പറയുന്നുള്ളൂ. ഭാര്യ വലിച്ച് അത് പടി ഇത് പടി എന്നൊന്നും പറയുന്നില്ല. ഒരു മാഗ്നറ്റിക് കോമ്പസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് എല്ലാം പഠിച്ചു കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ പഠിച്ചാൽ മതി. അടുത്തത് നോർത്ത് സൗത്ത് ഡയറക്ഷൻസ്, തെക്ക് വടക്ക് ദിശ. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റിക് ആൾവേസ് റെസ്റ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ്. എനിക്ക് തോന്നുന്നു ഈ പാഠത്തിനകത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ഒരു വരിയാണ് കേട്ടോ. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് റെസ്റ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ്. ദിസ് ഈസ് ദ ഡയറക്ഷണൽ പ്രോപ്പർലി ഓഫ് എ മാഗ്നറ്റ്. വാട്ട് ഈസ് ദ റീസൺസ് ഫോർ ദിസ്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. Take a magnet and suspend it freely. Place another bar magnet is the east-west directions below the magnet. To which directions does the suspended magnet point now? Try changing the directions of the suspended magnet. Does it again come back to the east-west direction? Discuss the reasons. ഇവിടെ അടുത്ത നമുക്കൊരു ഇത് പറഞ്ഞേക്ക് നോക്കുന്നു. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഒരു നീഡിൽ, ഒരു സ്റ്റാൻഡിൽ, ഒരു നൂലിൽ ഒരു മാഗ്നറ്റ് കെട്ടിയാൽ അത് ഏത് ഡയറക്ഷനിലാണ് കിടക്കുന്നതെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. ഇനി നോക്കിക്കേ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേറെ ഒരെണ്ണവും കൂടെ ദാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താ അതിനകത്തിൽ പറയുന്നത്? അതായത് സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു കാന്തം എപ്പോഴും ഏത് ദിശയിലായിരിക്കും? അത് നമ്മൾ പഠിച്ചതാണ്. തെക്ക് വടക്ക് ദിശയിലേ അത് നിൽക്കത്തുള്ളൂ. നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ടുവച്ചാലും അതിൻ്റെ ദിശ നോർത്ത് സൗത്ത് അല്ലെ തെക്ക് വടക്ക് ദിശയിലാണ്. ഇത് കാന്തത്തിൻ്റെ ഒരു ദിശയ സ്വഭാവമാണ് അല്ലേ? അതാണല്ലോ, അതിനൊരു മാറ്റമില്ല, അത് അങ്ങോട്ടേ അത് പോകത്തുള്ളൂ. എന്നാൽ ഒരു കാന്തം എടുത്ത് സ്വതന്ത്രമായി തൂക്കിയിടൂ. ഈ കാന്തത്തിന് താഴെ മറ്റൊരു ബാർ കാന്തം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും വെക്കുക. നോക്കൂ നിങ്ങളെ, തെക്ക് വടക്ക് ഇത് വെച്ചിട്ട് കിഴക്ക് പടിഞ്ഞാറ് കൊണ്ടുവന്ന് വേറൊരെണ്ണം വെക്കാൻ, നേരെ തിരിച്ച് അല്ലേ, അപ്പോൾ ക്രോസ് അടിക്കും. എന്നിട്ടോ തൂക്കിയിട്ട കാന്തം ഇപ്പോൾ ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തൂക്കിയിട്ട കാന്തത്തിൻ്റെ ദിശ മാറ്റി നോക്കൂ. വീണ്ടും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വരുന്നുണ്ടോ? കാരണം എന്താണ് കേട്ടോ? അതിൻ്റെ ദിശ മാറുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ആൻസർ ഇവിടെ തന്നെ പറയുന്നുണ്ട്. കണ്ടേ, ചോദ്യത്തിന് ഇവിടെ തന്നെ ആൻസർ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ ഇവിടെ? നൗ റിമൂവ് ദ മാഗ്നറ്റ് പ്ലേസ്ഡ് ബിലോ. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദ ഡയറക്ഷൻസ് ഓഫ് ദ സസ്പെൻഡഡ് മാഗ്നറ്റ്? വൈ ഈസ് ഇൻ there are another invisible magnetic force that make the suspended magnet point towards the north south directions. അതായത് താഴെ വെച്ച കാന്തം ഒന്ന് മാറ്റി നോക്കാനാണ് പറയുന്നത്. രണ്ട് കാന്തം മുകളിലും താഴെയും വെച്ചില്ലേ, അതിനകത്തിലെ ആ ഒരു കാന്തം ഒന്ന് മാറ്റി നോക്കിയേ. തൂക്കിയിട്ട കാന്തത്തിന്റെ ദിശയിൽ വരുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നാം കാണാത്ത മറ്റൊരു കാന്തശക്തിയല്ലേ ഈ തൂക്കിയിട്ട കാന്തത്തെ തെക്ക് വടക്ക് ദിശയിലാക്കുന്നത്? അതായത് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആകും. നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ജിയോ മാഗ്നറ്റ് അല്ലെങ്കിൽ ഭൂകാന്തം എന്ന് പറയുന്നത് കേട്ടോ? അതുകൊണ്ട് ഈ പടം കണ്ടാൽ അറിയാം. രണ്ടും ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഇതിന് ഇതാണ്ട് വെസ്റ്റ് ഈസ്റ്റും സൗത്ത് നോർത്തും കണ്ടോ? പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട ജിയോ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഭൂകാന്തം, ജിയോ എന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, ഇത് എർത്ത് ആക്ടർ, അത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിൽ എഴുതിയിട്ടുണ്ട്, അന്നേരം പറയാം. അല്ലെങ്കിൽ ഞാൻ അതും കൂടെ വീണ്ടും പറയണ്ടേ? ആ പടം നിങ്ങളൊന്ന് നോക്കണേ. ഞങ്ങളുടെ ഈ ഭൂമിയുടെ, അതായത് ഭൂമി ഒരു കാന്തമാണ്. ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ്. ഭൂമിയുടെ കാന്തങ്ങൾ ഏതാ നിങ്ങളെ? തെക്ക് വടക്ക്, ഇത് കേട്ടോ, തെക്ക് വടക്ക് ദിശയിലാണ്. പിന്നോ ഭൂമിയുടെ ഉത്തരധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവമാണ് കേട്ടോ. പിന്നോ ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിൻ്റെ ഉത്തരധ്രുവവുമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ തന്നെ നിൽക്കുന്നത്. ഇത് നമ്മുടെ ഭൂമിയുടെ കാര്യമാണ് കേട്ടോ. അത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോൾ ചെയ്യാം. അടുത്തത് കാന്തങ്ങൾ അടുക്കുമ്പോൾ, വെൻ മാഗ്നറ്റ് കം ക്ലോസർ. ക്വസ്റ്റ്യൻ ആൻസറും കൂടി നോട്ടും കൂടി തരേണ്ടതുണ്ടാവും നിങ്ങളെ. ഞാനിത് ഇച്ചിരി സ്പീഡിൽ അങ്ങ് പോകുന്നത് കേട്ടോ. നോക്കിക്കേ, ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ, അതായത് ഒരു കാന്തത്തെ മറ്റൊരു കാന്തം ആകർഷിക്കുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഊഹം എന്താണെന്ന് ചർച്ച ചെയ്യുക. ധ്രുവങ്ങൾ രേഖപ്പെടുത്തി 2 ബാർ കാന്തങ്ങൾ എടുക്കുക. ഒരു കാന്തം മേശപ്പുറത്ത് വെക്കുക. മറ്റേ കാന്തത്തിൻ്റെ ഒരു ധ്രുവം മേശപ്പുറത്തുള്ള കാന്തത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെച്ച് നോക്കുക. എവിടെയെല്ലാമാണ് ആകർഷണം ഉണ്ടാകുന്നത്, എവിടെയെല്ലാമാണ് വികർഷണം ഉണ്ടാകുന്നത്? ഒരേ ധ്രുവങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ആകർഷിക്കുകയാണോ വികർഷിക്കുകയാണോ ചെയ്യുന്നത്? വിപരീത ധ്രുവങ്ങൾ ചേർത്ത് വെക്കുമ്പോഴോ എന്നതാണ്. നോക്കൂ നിങ്ങൾ ഇതിൻ്റെ ഒരു ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. എന്തുവാണെന്നറിയാമോ? ഇവിടെ നോക്കിക്കേ, ഇത് നോർത്ത് സൗത്ത്, സൗത്ത് നോർത്ത്, നോർത്ത് സൗത്ത്, നോർത്ത് സൗത്ത്, സൗത്ത് നോർത്ത്, നോർത്ത് സൗത്ത്, സൗത്ത് എന്ന് വെച്ചാൽ വല്ല മനസ്സിലായോ? ഇതിൻ്റെ ഇത് രണ്ടും കൂടെ നോക്കിയേ, സൗത്ത് സൗത്ത്. ഇവർ രണ്ടും കൂടെ സൗത്ത് നോർത്ത്. ഇതോ നോർത്ത് നോർത്ത്. ഇത് തങ്ങളി ചേരുന്നതാണ്
ഇത് രണ്ട് കട്ടയായിട്ടാണ് ഇവിടെ അടുത്തടുത്ത് വന്ന് ചേർന്നത് ഏതൊക്കെയാണെന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അട്രാക്ഷൻസ് ആൻഡ് റിപ്പൾഷൻ എന്താണെന്നാണ് അത് ഇവിടെ കൊടുത്തു നോക്കൂ കുഞ്ഞുങ്ങളെ. ഇവിടെ എസും എന്നുമാണ്. എസും ഒരിക്കലും എന്താണ് എസും എന്ന് വെച്ചാൽ സൗത്തും ഒരിക്കലും വരത്തില്ല. അത് റിപ്പൾഷനാണ്. സൗത്ത് നോർത്തുമാണ് അട്രാക്ഷൻ. അവരെപ്പോഴും സൗത്തും നോർത്തുമാണ് കേട്ടോ. ഒരുമിച്ച് ഇപ്പം എന്നും ഒരിടത്ത് വരത്തില്ല, എസും ഒരിടത്ത് വരത്തില്ല. അന്നേരം അവിടെ റിപ്പൾഷനാണ്. എപ്പോഴും അട്രാക്ഷൻ സൗത്തും നോർത്തും അല്ലെ നോർത്തും സൗത്തുമാണ് കേട്ടോ. ഇനി ജനറൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് അത്രയും നോട്ട് പറഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്കി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ 7 തന്നായിരുന്നു. 8ാമത്തെ ചോദ്യം, പലതരം കാന്തങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്. പേര് നല്ലപോലെ നോക്കണേ നിങ്ങൾ. മാഗ്നറ്റ് പലതരത്തിൽ നമുക്ക് അവിടെ പടത്തിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. മാഗ്നറ്റ് പലതരത്തിൽ നമ്മുടെ പടത്തിൽ തന്ന പലതരത്തിലുള്ളതിൻ്റെ പേരായി തന്നിരിക്കുന്നത് കേട്ടോ. പടത്തിൽ ഒന്ന് ഹോഴ്സ് ഷൂ മാഗ്നറ്റ്, ലാടകാന്തമുണ്ട്, ബാർ മാഗ്നറ്റ് ഉണ്ട്, സിലിണ്ട്രിക്കൽ മാഗ്നറ്റ് ഉണ്ട്, മാഗ്നറ്റിക് നീഡിലുണ്ട്, ഓവൽ മാഗ്നറ്റ് ഉണ്ട്, യു മാഗ്നറ്റ് ഉണ്ട്, ഡിസ്ക് മാഗ്നറ്റ് ഉണ്ട്, റിങ് മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. ഒരു 8 പേര് നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ മലയാളവും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത 9ാമത്തെ, കാന്തിക ധ്രുവങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് എന്നാൽ എന്താണ്? ദ പോൾസ് ഓഫ് ദ മാഗ്നറ്റ് ദാറ്റ് പോയിന്റ് ടുവേർഡ്സ് ദ എർത്ത് നോർത്ത് ഈസ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ആൻഡ് ദ പോൾ ദാറ്റ് പോയിന്റ് ടുവേർഡ്സ് ദ എർത്ത് സൗത്ത് ഈസ് ദ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ്. എന്ന് വെച്ചാൽ ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവം അല്ലെങ്കിൽ നോർത്ത് പോൾ എന്നും, ഇത് മുമ്പ് ഞാൻ വായിക്കാൻ വെച്ചപ്പോൾ നോട്ട് ഉണ്ടെന്ന് പറഞ്ഞതാ കുഞ്ഞുങ്ങളെ. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവം എന്ന് വെച്ചാൽ നോർത്ത് പോള്, ഉത്തര ധ്രുവം എന്നും, ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവം എന്ന് വെച്ചാൽ സൗത്ത് പോൾ എന്നും പറയുന്നു. കാന്തിക ധ്രുവങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് എന്നാൽ എന്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇംഗ്ലീഷും മലയാളവും. അപ്പോൾ ആ 9 ഓക്കെയാണോ? അടുത്ത 10ാമത്തെ ചോദ്യം, ഒരു കാന്തം മുറിഞ്ഞ് 2 കഷ്ണങ്ങളായാൽ അവിടെ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്. നമുക്കൊരു കാന്തം നമ്മൾ പറഞ്ഞാൽ ഈ കാന്തം നമുക്ക് മുറിഞ്ഞു പോയെന്ന് വെച്ചോ. മുറിഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 കഷ്ണങ്ങളായി അല്ലേ. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന എന്താ പറഞ്ഞാൽ, വാട്ട് ഹാപ്പൻഡ് ഇഫ് എ മാഗ്നറ്റ് ഈസ് ബ്രോക്കൺ ഇൻടു 2 പീസ്, ദീസ് പീസ് ബിക്കം 2 സ്മാൾ മാഗ്നറ്റ്. അത് 2 കഷ്ണങ്ങളും ഓരോ ചെറു കാന്തങ്ങളായിട്ട് അങ്ങ് തീരുവന്നു. അത് മുറിഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, അത് 2 ഇവിടെ പടം തന്നിട്ടുണ്ട് കണ്ടോ നിങ്ങളെ. ഇതിപ്പോൾ ഇവിടെ വെച്ച് അങ്ങ് മുറിഞ്ഞു പോയെന്ന് വെച്ചോ അല്ലേ. ഇത് മുറിഞ്ഞു പോയാലും ഇതെന്താ, വീണ്ടും 2 ചെറിയ കാന്തങ്ങളായിട്ട് അങ്ങ് മാറുമെന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അടുത്ത, എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് പോയിന്റ് ടുവേഴ്സ് ദ ഡാഷ് ഡയറക്ഷൻസ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു കാന്തം എപ്പോഴും ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക്, നോർത്ത് സൗത്ത്. അടുത്തത്, മാഗ്നറ്റിക് കോമ്പസ് അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം എന്നാൽ എന്ത്? എ മാഗ്നറ്റിക് കോമ്പസ് ഈസ് എ ഡിവൈസ് വിച്ച് യൂസ് എ മാഗ്നറ്റ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ. കാന്തം ഉപയോഗിച്ച് ദിക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. കാന്തം ഉപയോഗിച്ച് ദിക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. അടുത്തത്, ഭൂകാന്തം അല്ലെങ്കിൽ ജിയോ മാഗ്നറ്റ് എന്നാൽ എന്താണ്? ഭൂകാന്തം അല്ലെങ്കിൽ ജിയോ മാഗ്നറ്റ് എന്നാൽ എന്താണ്? ഇംഗ്ലീഷുകാർ അത് എഴുതിയെടുക്കണേ. എന്താണ് ഈ ജിയോ മാഗ്നറ്റ് എന്ന് വെച്ചാൽ? മുമ്പ് നമ്മൾ പറഞ്ഞ ഭൂകാന്തം നോക്കൂ കുഞ്ഞുങ്ങളെ. ദ എർത്ത് ആക്ട് ആസ് എ മാഗ്നറ്റ്. നോക്കണേ, എർത്ത് ആക്ട് ആസ് എ മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താ? ഭൂമി ഒരു മാഗ്നറ്റ്, ഒരു കാന്തം. ഭൂമി ഒരു കാന്തമാണ് എന്നാ പറയുന്നത്. ദീസ് ജിയോ മാഗ്നറ്റ് ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഈ ഭൂകാന്തത്തിന് എന്തുകൊണ്ട്? ഒരു കാന്തിക മണ്ഡലമുണ്ട്. പിന്നോ, ദ പോൾസ് ഓഫ് ദ എർത്ത് മാഗ്നറ്റ് ആർ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവമാണ്. എന്താണ്? ഭൂമിയുടെ എർത്ത് മാഗ്നറ്റ് ആർ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ അത് കഴിഞ്ഞാലോ, ദ നോർത്ത് പോൾ, ഇത് അറിയാം നോക്കിയാൽ, ദ നോർത്ത് പോൾ ഓഫ് ദ എർത്ത് ഈസ് ദ സൗത്ത് പോൾ ഇൻ ദ ജിയോ മാഗ്നറ്റ്. ദ സൗത്ത് പോൾ ഓഫ് ദ എർത്ത് ഈസ് ദ നോർത്ത് പോൾ ഓഫ് ദ ജിയോ മാഗ്നറ്റ്. ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കാൻ എളുപ്പമാണ്. നോക്കിയേ, ഒരു വരി പഠിക്കാമെങ്കിൽ അടുത്ത വരി നമുക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് വരി പഠിക്കാമെങ്കിൽ 2 അല്ലേ, നോർത്ത് പോള് സൗത്ത് പോൾ ആക്കിയാൽ മതി.
ഇല്ലയോ? എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്, ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ആൾവേസ് പോയിന്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എപ്പോഴും എന്താ, നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാലും സ്വതന്ത്രമായിട്ട് നമ്മൾ ആ സ്റ്റാൻഡിലല്ലേ സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ട് ഒരു കാന്തം എപ്പോഴും തെക്ക് വടക്ക് ഡയറക്ഷനിലേ നിൽക്കുന്നുള്ളൂ എന്ന്. ഇതാണ് ഭൂകാന്തം അല്ലെങ്കിൽ ജിയോ മാഗ്നറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ മലയാളമാണ് ഇപ്പം ഞാൻ ആ പറഞ്ഞത്, നിങ്ങൾ കേട്ടല്ലോ ഭൂകാന്തം എന്നാൽ എന്ത്. അടുത്തത് ഇത് എഴുതിയെടുക്കണേ. അടുത്ത വെൻ മാഗ്നറ്റിക് ഗെയിം ക്ലോസ്, കാന്തങ്ങൾ അടുക്കുമ്പോൾ, മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നില്ല ടെസ്റ്റിനകത്തില്ല, അതുകൊണ്ട് ഇത് ഞാൻ വരച്ച് നിങ്ങളെ കാണിക്കാം. ഈ അട്രാക്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകർഷിക്കുക എന്നാണ്, റിപ്പൽ ചെയ്യുക എന്ന് വെച്ചാൽ വികർഷിക്കുക എന്നാണ് കേട്ടോ, അതറിയണേ. അട്രാക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആകർഷിക്കുക, റിപ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വികർഷിക്കുക. ഇവിടെ നോക്കിയോ നിങ്ങളെ, ഇവിടെ NS, ഇവിടെ SN. അപ്പോൾ ഇവിടെ ഏതാ, ഇത് രണ്ടും കൂടെ അതെ എസ്സും എസ്സുമാണ്. എസ്സും എസ്സും കൂടെ എപ്പോഴും എന്താണ്, റിപ്പലാണ്, വികർഷണമാണ് കേട്ടോ. അത് ഓർത്തോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് വയ്ക്കുന്നതാണ്. എസ്സും എസ്സും കൂടി എന്താണ്, ഒരിക്കലും അടുക്കത്തില്ല, അവർ റിപ്പൽഷനാണ്. ഇവിടെ നോക്കിയേ, എസ്സും എന്നും കൂടാണ് ഇവിടെ വരുന്നത്. എസ്സും എന്നും എന്ന് വെച്ചാൽ എന്താ, രണ്ടും രണ്ടെണ്ണമാണ്, അവരവിടെ അട്രാക്ഷനാണ്. എസ്സും എന്നും കൂടി അവിടെ, അതായത് ക്ലൂ ഓർത്താൽ മതി നിങ്ങൾ, ഡിഫറൻ്റ് ആണെങ്കിൽ അട്രാക്ഷൻ, ഒരേപോലത്തെ ആണെങ്കിൽ റിപ്പൽ. ആ ക്ലൂ ഓർത്താൽ എന്നൊക്കെ എന്നും ഒരേപോലത്തെ അല്ലേ, നോർത്തും അവിടെ റിപ്പലാണ്. എന്നും ഒരേപോലെ വന്നാൽ അത് റിപ്പലാണ്. ഇവിടെ നോക്കിയാൽ ഡിഫറൻ്റ് ആണ്, എസ്സും ആണെങ്കിൽ അത് അട്രാക്ഷനാണ്. ആ ക്ലൂ ഓർത്താൽ മതി. ഇപ്പോൾ പിടികിട്ടിയോ? ഈ NSൻ്റെ കായൊന്നും അല്ല കേട്ടോ, ഇതെന്തുവാ, നോർത്തും സൗത്തുമാണ്. എസ് ഒരേപോലെ വന്നാൽ അവിടെ റിപ്പൽ, വികർഷണമാണ്. ഡിഫറൻ്റ് ആണെങ്കിൽ അവിടെ അട്രാക്റ്റ്, ആകർഷണമാണ് കേട്ടോ. ആ ഒരു ക്ലൂ പഠിച്ചാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ ആണോ? ഇനി അതിൻ്റെ 15ാമത്തെ. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഈ ആകർഷിക്കുക വികർഷിക്കുക എന്ന് പറഞ്ഞത്. അട്രാക്ഷനും റിപ്പൾഷനും ഒക്കെ വെച്ചാൽ എന്താവും നിങ്ങളെ, ദ സെയിം പോൾസ് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നറ്റ് ആർ കാൾഡ് ലൈക്ക് പോൾസ് ആൻഡ് ദർ ഡിഫറെൻറ്റ് പോൾ ആർ കാൾഡ് അൺലൈക്ക് പോൾസ്. സെയിം പോൾസ് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നറ്റ് ആർ കാൾഡ് ലൈക്ക് പോൾസും ദർ ഡിഫറെൻറ്റ് പോൾസ് ആർ കാൾഡ് അൺലൈക്ക് പോൾസും. ലൈക്ക് പോൾസ് എപ്പോഴും റിപ്പലായിരിക്കും, അൺലൈക്ക് പോൾസ് അട്രാക്റ്റുമായിരിക്കും. വ്യത്യസ്ത കാന്ത, അത് നിങ്ങൾ ഇംഗ്ലീഷുകാർ അതും എഴുതണം, മലയാളംകാർ തന്നെ ഇതും എഴുതണം കേട്ടോ. മലയാളംകാർ, അതായത് വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളുള്ള ഈ ലൈക്ക് പോൾസിൻ്റെ മലയാളം സജാതീയ ധ്രുവങ്ങൾ എന്നാണ് കേട്ടോ, സജാതീയ ധ്രുവങ്ങൾ എന്നാണ്. പിന്നോ അൺലൈക്ക് ആണെങ്കിലോ അത് അൺലൈക്ക് വിജാതീയ ധ്രുവങ്ങൾ എന്നാണ്. വ്യത്യസ്ത ധ്രുവങ്ങളാണെങ്കിൽ അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. വ്യത്യസ്ത ധ്രുവങ്ങളാണെങ്കിൽ അതിനെ വ്യത്യസ്തമായതുണ്ട് വിജാതീയം കേട്ടോ. വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളാണെങ്കിൽ സജാതീയം. ഇംഗ്ലീഷാണ് കുറച്ചുകൂടി എളുപ്പം പഠിക്കുക അല്ലേ. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും ലൈക്ക് പോൾസ് റിപ്പൽ ആവുകയും അൺലൈക്ക് പോൾസ് വിജാതീയ ധ്രുവങ്ങൾ അട്രാക്റ്റ് ആകർഷിക്കുകയും ചെയ്യുന്നു എന്ന്. ഇനി അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ കാന്തത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാം ഒരു 4 പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. കാന്തത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ, ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ, എ മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. നമുക്കറിയാം ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഒരു മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. ഏതൊക്കെയാ? നമുക്ക് വേണ്ട ബ്രാക്കറ്റിൽ സൗത്ത്, നോർത്ത് അല്ലേ. പിന്നോ എ മാഗ്നറ്റ് അട്രാക്റ്റ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കാന്തം എപ്പോഴും കാന്തിക വസ്തുക്കളെയാണ് ആകർഷിക്കുന്നത്. കാന്തം കാന്തിക വസ്തുക്കളെയാണ് ആകർഷിക്കുന്നത്. ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഷോ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ്. നമ്മളിപ്പോൾ ഒത്തിരി വട്ടം ഈ ചാപ്റ്ററിൽ പറഞ്ഞ സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാന്തം വടക്ക് തെക്ക് ദിശയിലേ നിൽക്കത്തുള്ളൂ അല്ലേ. ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഷോ നോർത്ത് സൗത്ത് ഡയറക്ഷൻസ്. അതുപോലെ തന്നെ ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുകയും അല്ലേ. ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുകയും ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ 16 ക്വസ്റ്റ്യൻസ് നമ്മൾ 2ാമത്തെ പാർട്ടിൽ ഇപ്പോൾ ഇടുകയാണ്. 3ാമത്തെ പാർട്ടിൽ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ലെറ്റേഴ്സും എന്ന് വെച്ചാൽ വിലയിരുത്താമെന്നുള്ള ക്വസ്റ്റ്യൻസറും ലാസ്റ്റ് പാർട്ടായിട്ടും നമുക്ക് അങ്ങനെ ഇടാം കേട്ടോ. ഒരു പാർട്ടും കൂടി വേണം ഇതിന്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് നോട്ട് എഴുതിയെടുക്കുക കേട്ടോ. കമൻറ്റ് ബോക്സ് എഴുതി കഴിഞ്ഞിട്ട് പറയണേ നിങ്ങളെ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കിയാണ് ഞാൻ തരുന്നത്. ഇപ്പോൾ 16 ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട്. എഴുതിയെടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ നിങ്ങളെ താങ്ക്